1957 നടന്ന കേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ EMSന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭൂരിപക്ഷം നേടി. ബാലറ്റിലൂടെ ജനമെഴുതിയ വിധിയിൽ കമ്മ്യൂണിസ്റ്റുകൾ അധികാര സ്ഥാനത്തെത്തുക എന്നത് ചരിത്രപരമായ സംഭവമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അന്ത്യമാകുമ്പോഴേക്ക് ജീവിതത്തിന്റെ ഒരു 60 വയസ്സിന് 48ാമത്തെ വയസ്സിൽ അദ്ദേഹം കേരളത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി. അപ്പോൾ ആ പീരീഡ് ആകുമ്പോഴേക്ക് തന്നെ പാർലമെന്ററി ഡെമോക്രസിയിൽ കൂടെ തന്നെ കമ്മ്യൂണിസത്തിന് വകുപ്പ് കിട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആളുകൾക്ക് ഭരണാധികാരത്തിൽ പങ്കുവഹിക്കാനുള്ള വകുപ്പ് കിട്ടി. മുമ്പ് അതില്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആവുന്ന സമയത്ത് സായുധ വിപ്ലവത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുള്ളൂ. 1957 ഏപ്രിൽ 5-ന് EMS മുഖ്യമന്ത്രിയായ ആദ്യ സർക്കാർ കേരളത്തിന്റെ അധികാരമേറ്റു. കേരളത്തിൽ എന്നല്ല, ഇന്ത്യയുടെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ ഒരു വഴിത്തിരിവായിരുന്നു അത്. ഞാൻ രൂപീകരിക്കാൻ പോകുന്ന ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള അടിയന്തര പരിപാടികൾ നടപ്പിൽ വരുത്തുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും, അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് സമുദായം കെട്ടിപ്പടുക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കില്ല എന്നാണ് സർക്കാർ രൂപീകരിക്കുന്നതിന് മുൻപ് നിയുക്ത മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ടി.എ. മജീദ്, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി, K.P. ഗോപാലൻ, T.V. തോമസ്, ഡോക്ടർ A.R. മേനോൻ, C. അച്യുതമേനോൻ, K.R. ഗൗരിയമ്മ, ജസ്റ്റിസ് V.R. കൃഷ്ണയ്യർ, K.C. ജോസ്, P.K. ചാത്തൻ മാസ്റ്റർ എന്നിവരായിരുന്നു പ്രഥമ EMS മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാർ. വിപ്ലവകരമായ പല മാറ്റങ്ങളും 1957 അധികാരമേറിയ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടപ്പാക്കി. നവകേരള സൃഷ്ടിയിൽ സംശയലേശമന്യേയുള്ള സമീപനമായിരുന്നു EMS നേതൃത്വം നൽകിയ സർക്കാരിൻ്റെതെന്ന് വിലയിരുത്തപ്പെട്ടു. കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിൽ മാറ്റം വരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഏറ്റവും ശക്തമായ തീരുമാനങ്ങൾ ഏറ്റവും വേഗതയിൽ എടുക്കാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിലെ ഭരണാധികാരിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു ശങ്കയുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. ഭരണത്തിൻ്റെ ദണ്ട്, അധികാരത്തിൻ്റെ ദണ്ട് ഏത് പക്ഷത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്നുള്ള കാര്യത്തിൽ ശങ്കയില്ലാത്ത ഒരു ഭരണാധികാരിയായിരുന്നു സഖാവ് EMS. EMSന്റെ കർമ്മോത്സുകതയും ഭരണപാഠവും ഒരേ തരത്തിലല്ല അന്നും ഇന്നും വിലയിരുത്തുന്നത്. അത് പുറമേക്ക് ലളിതമാണ് ജീവിതശൈലി, ശരിയാണ്, പക്ഷേ അഹിംസയ്ക്കെതിരായിരുന്നു. എന്ന് വെച്ചാൽ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന് പറഞ്ഞു നടന്നിട്ട് അന്ന് വർഗവിദ്വേഷം ഊട്ടി വളർത്തി ഇന്നത്തെ കേരളത്തിൻ്റെ അധപ്പതനത്തിന് കാരണമായ പലതിൻ്റെയും വിത്ത് വിതച്ചത് അദ്ദേഹമാണ്. ഒഴിപ്പിക്കൽ തടയുന്നതിനുള്ള ഓർഡിനൻസാണ് അധികാരമേറിയ ഉടൻ തന്നെ ആദ്യ EMS സർക്കാർ നടപ്പിൽ വരുത്തിയത്. കുടിയാന് ഭൂമിയിൽ ഇടമൊരുക്കുന്ന ശക്തമായ നടപടിയായിരുന്നു അത്. ഭൂമി ഏതേത് ഭൂമിയിലാണോ കൃഷിക്കാർ അധ്വാനിക്കുന്നത് ആ ഭൂമി അതിൽ നിന്ന് അവരെ ഒഴിപ്പിക്കാൻ പാടില്ല. അതേ ഉള്ളൂ, വേറെ ഒരു പരിഷ്കാരവും ഇല്ല. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പരിഷ്കാര നിയമം കൊണ്ടുവരുന്ന സമയത്ത് ഈ ഭൂമി അവൻ്റെ കയ്യിലുണ്ടാവണം എന്നുള്ള ഉദ്ദേശമാണ്. അതാണ് ഒഴിപ്പിക്കൽ നിരോധന നിയമം. ദേഹണ്ണ പ്രതിഫല നിയമവും ജന്മിക്കരം നിർത്തലാക്കുന്ന ബില്ലും കാർഷിക ബന്ധ ബില്ലും കടങ്ങളിൽപ്പെട്ട് ഉഴറിയിരുന്ന കർഷക തൊഴിലാളികൾക്ക് കടബാധ്യതയിൽ നിന്നും ആശ്വാസം നൽകിയതും കാർഷിക ഉൽപാദന വർധനവിന് നടപടി കൈക്കൊണ്ടതും ഒപ്പം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കിയതുമെല്ലാം കാർഷിക രംഗത്തെ വിപ്ലവകരമായ മാറ്റത്തിന് കാരണമായി. ഭൂപരിഷ്കരണമാണ് EMS സർക്കാർ നടപ്പാക്കിയതിൽ പ്രധാനം. ആദ്യ സർക്കാരിന്റെ ഭൂപരിഷ്കരണം ഇന്നും മുഖ്യധാരയിൽ ചർച്ചാവിധേയമാണ്. ഭൂപരിഷ്കരണം, ആ ഭൂപരിഷ്കരണത്തിൻ്റെ തുടക്കം എന്താ? അന്ന് മഹാഭൂരിപക്ഷം വരുന്ന കൃഷിക്കാരും സ്വന്തമായിട്ട് ഭൂമിയില്ല. ആ ഭൂമി കേരളത്തിൽ ഒരു 8-10 വ്യക്തികളുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ കയ്യിലാണ്. ദേവസ്വോ ബ്രഹ്മസ്വോ അല്ലെങ്കിൽ ജന്മികളുടെ. ആയിരക്കണക്കിന് വരുന്ന ഏക്കർ ഭൂമി ഓരോ പ്രദേശത്തും അതിൻ്റെ കീഴിൽ 1 ഏക്കർ, 1/2 ഏക്കർ, 2 ഏക്കർ ഏറ്റ് കൃഷി ചെയ്യാണ്. ഈ കൃഷി ചെയ്യുന്ന കൃഷിക്കാർക്ക് ഒരു പാട്ടം നിശ്ചയിക്കുകയാണ്. അത് കൊല്ലത്താൽ കൊടുക്കണം. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പാട്ടബാക്കി കേസ് വരും. ഈ കൃഷിക്കാരൻ ഇരിക്കുന്ന കൂരെ അതല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ വല്ല സ്വത്തുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാട്ടബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്മേൽ കേസ് വന്ന് അത് ജപ്തി ചെയ്ത് ഈടാക്കിപ്പോകും. ഇതാണ് ആ സമ്പ്രദായം. അപ്പോൾ ആ കൃഷി ചെയ്ത്
പിന്നെ കൊയ്തെടുക്കുന്ന ഘട്ടത്തിൽ 1-2 മാസം എന്തെങ്കിലും കഞ്ഞി കുടിക്കാൻ അവർക്ക് കിട്ടും എന്നുള്ളതല്ലാതെ പിന്നീട് മുഴുവൻ പട്ടിണിയാണ്. അതാണ് ആ കാലഘട്ടം. ഇന്നത്തെ രീതിയല്ലല്ലോ. അപ്പോൾ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇതിൽ നിന്നൊരു മോചനം വേണം. അങ്ങനെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് ഈ ഭൂമിയുടെ വിഷയത്തിലെങ്കിലും കാണാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നിലും ഒരിക്കൽ ഭൂരഹിതരായിട്ടുള്ള ആദിവാസികളും ദളിത് സമൂഹങ്ങളുടെയും പ്രശ്നം, ഭൂമിയുടെ പ്രശ്നം ഏറ്റവും രൂക്ഷമായിട്ട് വരും എന്നൊന്നും അദ്ദേഹത്തിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഭൂപരിഷ്കരണത്തെ നമുക്ക് ശ്ലാഘിക്കാൻ ഒക്കുകയില്ല. കാരണം ലഹാ ഗോപാലിൻ്റെയും പോലുള്ള ഭൂസമരം നയിക്കുന്ന പുതിയ കാലഘട്ടത്തിലെ സമരനായകരുടെ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ അത്ര കൊണ്ട് മഹത്വം നമുക്ക് ഈ ഭൂപരിഷ്കരണ ബില്ലിന് കൊടുക്കാൻ കഴിയില്ല. ഭൂപരിഷ്കരണം അത് ആത്മാർത്ഥമായിട്ട് കൊണ്ടു നടന്നില്ല. EMSന്റെ ഭരണകാലത്താണ്, പിന്നെ അച്യുതനാണ് പൂർത്തീകരിച്ചത്, തുടങ്ങിയത് മറ്റേ കാലത്താണ്. അന്നൊക്കെ കൃഷ്ണയ്യരെ പോലെ ഒരാൾ സ്വന്തം സ്വത്തുക്കൾ മുഴുവൻ ട്രസ്റ്റാക്കി മാറ്റിയതിന് ശേഷം ട്രസ്റ്റുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭൂപരിഷ്കരണം നടത്തി. അതൊക്കെ അനുവദിച്ചു. പല ഇല്ലങ്ങൾക്ക് മുൻകൂട്ടി അറിവ് കൊടുത്ത് അവരുടെയൊക്കെ സ്വത്തുക്കളൊക്കെ ക്യാഷാക്കി മാറ്റി, ബാങ്കുകളാക്കി മാറ്റി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ധാരാളം സംഭവിച്ചതാണ് പരപ്പനങ്ങാടിയിൽ. അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ നേതൃത്വം വഹിച്ച ആളാണ്. അപ്പം കാപട്യം, കപടമായ ഒരു മുഖംമൂടി സ്വീകരിക്കുക എന്നുള്ള അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സ്റ്റാലിനിസ്റ്റ് ആശയത്തിൻ്റെ ഒരു പ്രയോക്താവായിട്ടാണ് EMS അറിയപ്പെടേണ്ടത്. ദളിതർ പറ്റിക്കപ്പെട്ടു എന്നുള്ളത് പറയുന്ന കാര്യം ശരി. അത് പ്രാഹോപാൽ പറയുന്നതുകൊണ്ട് അത് തെറ്റാവുന്നൊരു കാര്യമില്ല. അങ്ങനെയാണ് ചരിത്രം. ഇപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു പറ്റിച്ചു എന്ന് പറയും. യഥാർത്ഥത്തിൽ ഭൂപരിഷ്കരണൻ്റെ തുടർച്ച വരേണ്ടതുണ്ട്. ഇവിടെ 1000 ഏക്കറും 10,000 ഏക്കറും 1,00,000 ഏക്കറും ഒക്കെ ആളുകളുടെ കൈവശമുണ്ട്. മൂന്നാറിൽ 2,00,000 ഏക്കർ ടാറ്റ കമ്പനിയുടെ സ്വാധീനത്തിലാണ് കിടക്കുന്നത്. അവർ പറയും ഞങ്ങളുടെ കൈവശമല്ല പറയും. പക്ഷെ അവരുടെ സ്വാധീനത്തിലാണ് എല്ലാ ഭൂമിയും. 50 തൊട്ടപ്പോഴാണ് IAS സുരേഷ് കുമാർ അടക്കം സസ്പെൻഷനിലായത്, മുഖ്യമന്ത്രിയുടെ കസേരടക്കം തെറിക്കുമെന്നായത്. ഭൂപരിഷ്കരണം എന്ന പോലെ പ്രഥമ EMS മന്ത്രിസഭയുടെ അഭിമാന ചിഹ്നമായി വാഴ്ത്തുന്ന വിദ്യാഭ്യാസ ബില്ലിനെ ചൊല്ലിയും ഭിന്നാഭിപ്രായങ്ങളുണ്ട്. എങ്കിലും വിദ്യാഭ്യാസ രംഗത്ത് മാറ്റത്തിന് തുടക്കമിടാൻ EMS മന്ത്രിസഭയ്ക്കായി. അദ്ദേഹം എല്ലാ പഴഞ്ചൻ രീതികളെയും മറികടക്കുന്നതിലും സമൂഹത്തിൻ്റെ ആവശ്യങ്ങളോട് ഏറ്റവും വേഗതയിൽ ചടുലമായി എടുത്തിയാടുന്നതിലും ഒരു സംശയവും പ്രകടിപ്പിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ രംഗത്തെ വിതരണം, നവോത്ഥാന പാരമ്പര്യം ഉയർത്തിപ്പിടിക്കൽ, ഒരുതരം സവർണ പ്രത്യയശാസ്ത്രത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ജീവിച്ചിരുന്ന സവർണ മേധാവികളോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള നിലപാടുകൾ, ഇതെല്ലാം കൂട്ടിവെച്ചിട്ട് വേണം. അതായത് കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിന് ആവശ്യമായിട്ടുള്ളത് ഓരോന്നിലും ഒരു ഇടപെടൽ അദ്ദേഹം നടത്തുകയാണ് ചെയ്തത്. EMS കൊണ്ടുവന്ന പോലീസ് നയവും വിമർശിക്കപ്പെട്ടു. പോലീസിനെ നിർവീര്യമാക്കി, നിയമവാഴ്ചയെ വെല്ലുവിളിച്ച് ക്രമസമാധാനം തകർത്തു തുടങ്ങിയ ആരോപണങ്ങൾ ആദ്യ മന്ത്രിസഭയ്ക്കും EMSനും കേൾക്കേണ്ടി വന്നു. സംസ്ഥാനം സെൽഭരണത്തിന് കീഴിലെന്ന വാദത്തിന് വിവിധ സംഘടനകളുടെ പിന്തുണ ആർജിക്കാൻ ആദ്യ നിയമസഭയിലെ പ്രതിപക്ഷമായ കോൺഗ്രസിനായി. അത് വിമോചന സമരത്തിലും 1959 EMS മന്ത്രിസഭ അധികാരസ്ഥാനം ഒഴിയുന്നതിലും എത്തിനിന്നു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റങ്ങളിലൊന്നായിരുന്നു ആ വിമോചന സമരം. അതിലെല്ലാ കക്ഷികളും പങ്കെടുത്തു. കമ്മ്യൂണിസ്റ്റുകാരിൽ പോലും ഒരു വിഭാഗം ഈ ഭരണം ആളുകളെ വെടിവെച്ചിട്ടും കൊന്നിട്ടും ഈ സെൽഭരണത്തിലൂടെ, അതായത് സെൽഭരണം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണത്തെ അട്ടിമറിക്കുന്ന ഒന്നാണ്. വിമോചന സമരം വിജയിക്കുകയും തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സംസ്ഥാന ഭരണത്തിലെത്തിയതും ചരിത്രം. ഇന്നും അതിന്റെ തുടർച്ചയായി വിമോചന സമര ഭീഷണികളും ചാക്രിക ഭരണമാറ്റങ്ങളും തുടരുന്നു. EMS എന്ന യുഗം 1998 അവസാനിച്ചു. 98 മാർച്ച് 19 ലോകം ചർച്ച ചെയ്ത സഖാവിന്റെ മരണം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 1920 മുതൽ 98 വരെ എന്ന അവസാന കൃതിയുടെ രചനാജോലികൾ പൂർത്തിയാക്കി ഇനിയും നടപ്പിൽ വരുത്തേണ്ട ജനപക്ഷ പദ്ധതികൾ സംബന്ധിച്ച ചിന്തയിൽ മുഴുകി കർമ്മപഥത്തിൽ തന്നെ തുടരുമ്പോൾ 89ാമത്തെ വയസ്സിൽ അദ്ദേഹം കാലത്തിന് കീഴടങ്ങി. ചരിത്രത്തിൽ EMSന്റെ സ്ഥാനം വിവിധ കോണുകളിൽ പലവിധമാണ്.
ഭരണാധികാരി എന്ന നിലയിൽ തന്റെ വീക്ഷണങ്ങൾക്ക് ജനകീയത നേടിയെടുക്കാനും പ്രാവർത്തികതയിൽ വിജയം വരിക്കാനും EMSനായി. അടിച്ചമർത്തലിന്റെ നോവനുഭവിക്കുന്നവർക്ക് പക്ഷേ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ എക്കാലത്തും വാഴ്ത്താനാകില്ല എന്നതിന് വർത്തമാനം സാക്ഷ്യം വഹിക്കുന്നു. ദളിത് ജനവിഭാഗങ്ങൾക്ക് പാർട്ടിക്കകത്ത് പോലും മേൽക്കൈ നേടാൻ കഴിഞ്ഞില്ല. EMS അടങ്ങുന്ന ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകളുടെ ഒരുതരം ബ്രാഹ്മണിക്കൽ പ്രത്യയശാസ്ത്രം എന്ന് പറയാം. അതൊരുതരം പലതരത്തിലും ഉപരിവർഗത്തിൻ്റെതായിട്ടുള്ള ഒരുതരം ആ ഉപരിവർഗ വ്യാമോഹങ്ങൾ പിൽക്കാലം പാർട്ടിയിൽ വലിയ തോതിൽ ബാധിക്കുന്നു കാണാം. മാർക്സിസം എന്ന് പറയുന്നത് ഒരു വേദപുസ്തകമല്ല. കുറേ ആളുകളെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിക്കുകയോ അങ്ങനെ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ക്ലാസിക്കൽ മാർക്സിസം എന്നൊരു പ്രയോഗം ചില ആളുകൾ നടത്തി നോക്കി കാണാം. അങ്ങനെയൊന്നുമില്ല. മാർക്സിസത്തിൽ ക്ലാസിക്കൽ മാർക്സിസം ഇല്ല. മാർക്സിസം കാലത്തിനോടും സമൂഹത്തിനോടും നിരന്തരമായി സംവേദനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രമാണ്. അത് ഏറ്റവും ഭംഗിയായി ഉൾക്കൊണ്ട ഒരു കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്നു സഖാവ് EMS. വ്യക്തി താല്പര്യങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൽ EMS സ്ഥാനം നൽകിയില്ല എന്നതിന് അനുഭവങ്ങൾ ഏറെയുണ്ട്. കുടുംബത്തിൽ അതിന്റെ നാഥനായി മാത്രം സ്വയം അവരോധിക്കാൻ EMS തയ്യാറായില്ല. ആ രണ്ട് സ്വത്തും കൂടിയിട്ട് 12,000 പാട്ടത്തിൻ്റെ സ്ഥലം ഉണ്ടാകും. അതാണ് വിറ്റ് പെങ്ങന്മാരെയൊക്കെ പുളുങ്കാവിലേക്ക് കൊടുന്ന് വക്കീലിനെ ഒക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ച് 1,000 ഉറുപ്പ്യ അവർക്കാ കൊടുത്തു. മറ്റ് മുഴുവൻ പാർട്ടിക്ക് കൊടുത്തു. അപ്പോഴേക്ക് പാർട്ടി മാത്രമായി. കോൺഗ്രസ് വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നു, കൊടുത്തു. പാർട്ടി 40 ഉറുപ്പ്യ മാസം ചെലവിന് കൊടുക്കും. സ്വത്തിനോടും സമ്പത്തിനോടും താല്പര്യമില്ലാതിരുന്ന EMS 1942 കുടുംബ സ്വത്ത് ഭാഗം ചെയ്ത് കിട്ടിയ തന്റെ ഓഹരി താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നൽകി ചരിത്രം സൃഷ്ടിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവൻ പാർട്ടിക്ക് നൽകി. അതും കള്ളപ്രചാര വിലയാണ്. അത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് തുടങ്ങിയത്. കാരണം അദ്ദേഹം PS എന്ന ഒരു പെന്നെയും വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വത്തുക്കളൊക്കെ പാർട്ടിക്ക് നൽകിയെന്ന് അതിൻ്റെ യഥാർത്ഥ വസ്തുത പിൽക്കാലത്ത് ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥി ഗവേഷകൻ ഡോക്ടർ ബാലകൃഷ്ണൻ അന്വേഷിച്ചപ്പോഴാണ് വ്യക്തമായിട്ട് പുറത്തു വന്നത്. ഒരു ചെറിയ ഭാഗം കൊടുത്തു. അത് കൊടുക്കാതിരിക്കാൻ പല ഗവൺമെൻറ് പിടിച്ചടക്കി അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളൊക്കെ 1-2 തവണ ഉണ്ടാക്കി. പിന്നെ 42 വലിയ വഞ്ചനയ്ക്ക് ശേഷം ഗവൺമെൻറ് വിട്ടുകൊടുത്തു. ബ്രിട്ടീഷുകാരുടെ ഭാഗം ചേർന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഒടുക്കം പിന്നെ അദ്ദേഹം ഭാവിച്ച് കിട്ടിയ സംഖ്യയിൽ ഒരു ഭാഗം പ്രസ് വാങ്ങാനോ മറ്റു പാർട്ടിക്ക് കൊടുത്തെന്നല്ലാതെ മുഴുവനൊന്നും കൊടുക്കേണ്ടല്ലേ. ഒരു മാർക്സിസ്റ്റ് ചിന്തകനും കമ്മ്യൂണിസ്റ്റിനും സ്വന്തം എന്നതിലുപരി സമൂഹം എന്ന പദത്തോടാകും കൂടുതൽ അടുപ്പം. ജനങ്ങളോട് സംവേദിക്കാൻ തന്റെ സംസാര വൈകല്യം പോലും അദ്ദേഹത്തിന് തടസ്സമായില്ല. എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, പത്രാധിപർ എന്നീ നിലകളിലും അദ്ദേഹം തന്റേതായ സ്ഥാനം സൃഷ്ടിച്ചെടുത്തു. ഒരെഴുത്തുകാരൻ 1957 ഏപ്രിൽ 5 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ അദ്ദേഹം ജീവിത ഒളിവിലും തെളിവിലും ഓട്ടത്തിലും അതുപോലെ മന്ദഗതിയിലും പല വിധത്തിൽ ജീവിതം ചെലവഴിച്ച, തിരക്കേറിയ ജീവിതം ചെലവഴിച്ച അദ്ദേഹത്തിന് ഒരാശയക്കുഴപ്പവുമില്ലായിരുന്നു എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച്. കാരണം അദ്ദേഹം എഴുതിയ നിരവധി പുസ്തകങ്ങൾ, പുസ്തകങ്ങളിൽ തന്നെ ആദ്യത്തേത് 1939 അദ്ദേഹം മദ്രാസ് നിയമസഭാ മെമ്പറായിരുന്ന സമയത്ത് നിയമിക്കപ്പെട്ട കുട്ടിക്കൃഷ്ണ മേനോൻ കമ്മിറ്റി റിപ്പോർട്ട് ഭൂനയത്തെ സംബന്ധിച്ച്. ആ ഭൂനയത്തെ സംബന്ധിച്ച് എഴുതിയ ആ റിപ്പോർട്ടിൽ ഭിന്നാഭിപ്രായക്കുറിപ്പിൽ അദ്ദേഹം കേരളത്തിൻ്റെ കാർഷിക പരിഷ്കാരം എങ്ങനെ എന്ന് എഴുതിയിരുന്നു. പിന്നീട് 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി കേരളം എന്ന് തുടങ്ങിയ എല്ലാ പുസ്തകങ്ങളിലും പല പുസ്തകങ്ങളിലും അദ്ദേഹം ഒരു തികഞ്ഞ സകല വിവരങ്ങളോടുകൂടിയ ഒരു ധാരണയുണ്ടായിരുന്നു. 1957 പ്രഥമ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തുടങ്ങിവെച്ചതും അന്ന് പൂർത്തീകരിക്കാതെ പോയതും എന്ന മുഖവുരയോടെയാണ് 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം EMS നമ്പൂതിരിപ്പാട് ജനകീയ ആസൂത്രണമായി അധികാര വികേന്ദ്രീകരണം കൊണ്ടുവരുന്നത്. അവസാന കാലത്ത് അദ്ദേഹം ഏറെ സജീവമായതും ഈ ആശയത്തിലാണ്. വോട്ടിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഒരു വശമാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമാകുന്നത് ആ ജനങ്ങൾ തന്നെ
ഭരണ നടപടികളിലൂടെ നേരിട്ടിടപെടുന്നൊരു പ്രക്രിയ വരുമ്പോഴാണ് അതിൻ്റെ തുടക്കമായിരുന്നു ജനകീയ ആസൂത്രണം. അത് ചെറിയ തലങ്ങളിൽ നിന്ന് ആരംഭിച്ച് ഭരണത്തിൽ നേരിട്ട് ജനങ്ങൾക്ക് പങ്കാളിത്തം നൽകി അതിൻ്റെ സാധ്യതയും അതുപോലെ തന്നെ പരിമിതികളും ജനങ്ങൾ പൂർണ്ണമായും ബോധ്യപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ അതുമായി ബന്ധപ്പെടുത്താൻ നടത്തിയിട്ടുള്ള പരിശ്രമമായിരുന്നു ജനകീയ ആസൂത്രണം. ചിന്തകളും കാഴ്ചപ്പാടുകളും നിരന്തരം ചർച്ചാവിധേയമാകുന്നെങ്കിലും EMS എന്ന വ്യക്തി ലാളിത്യത്തിന്റെ കറപുരളാത്ത കർമ്മയോഗിയായി ഉന്നത ശ്രേണിയിൽ തന്നെ നിൽക്കുന്നു. ഒരു സമ്പൂർണ്ണ വ്യക്തിത്വം, ജീവിതത്തിൻ്റെ സകല മേഖലകളിലും വ്യക്തമായ അഭിപ്രായത്തോടുകൂടി ഇടപെടാനും ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി മുൻകൂട്ടി തീരുമാനിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിവുള്ള രാഷ്ട്രീയ നേതാക്കൾ വളരെ വളരെ കുറച്ച് മാത്രമേ ഇന്ത്യ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുള്ളൂ. അതിലൊരാളായിരുന്നു അദ്ദേഹം. വിപ്ലവം നടന്നിട്ടില്ല, എങ്കിലും മാറ്റങ്ങൾ ഏറെ സംഭവിച്ചു. ഞാനതിൽ സംതൃപ്തനാണ് എന്നായിരുന്നു അവസാന കാലത്തെ EMSന്റെ അഭിപ്രായം. ആ കർമ്മയോഗി വിട പറഞ്ഞപ്പോൾ പകരം എടുത്തു കാണിക്കാൻ മറ്റൊരു EMS ഇതുവരെ ഉദയം ചെയ്തിട്ടില്ല. അതുതന്നെയാണ് സഖാവിന്റെ മഹത്വവും. സമൂഹത്തെ നിരന്തരം ചലിപ്പിച്ച EMS നമ്പൂതിരിപ്പാടിന്റെ ചിന്താധാരകൾക്ക് മരണമില്ലെന്ന് അദ്ദേഹം ചരിത്രമായി പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും ഉയരുന്ന വാദപ്രതിവാദങ്ങൾ തെളിവേകുന്നു.